കുറേ നാൾക്ക് ശേഷം ഞാൻ ബാക്ക് ടു ബാക്ക് യൂട്യൂബിലേക്ക് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഞാൻ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ ഒരു ട്രാവൽ ഡോക്യുമെന്ററി മാത്രമായിട്ട് നിർത്താം എന്നുള്ള രീതിയിലാണ് ഞാൻ ആഗ്രഹിച്ചത്. കാരണം കുറേ വർഷങ്ങൾക്ക് ശേഷം തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ ആ ഒരു അടിപൊളി യാത്രകളുടെ ഒരു മെമ്മറീസ് കൊണ്ടുവരാന്നുള്ളത് നമ്മളെല്ലാം പറഞ്ഞല്ലോ. എനിക്കാണെങ്കിൽ ഭയങ്കര മറവിയാണ്. അതുകൊണ്ട് അതൊന്ന് തിരിഞ്ഞു നോക്കാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും ആ ഡോക്യുമെന്റ് ചെയ്തിടണം എന്നുള്ളൊരു ആഗ്രഹം കണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടത്. എന്നാൽ പിന്നീട് ഞാൻ കരുതി ആക്ച്വലി ഐ ഷുഡ് സ്പീക്ക് അപ് ടു ദ ക്യാമറ, ഐ ഷുഡ് ഓപ്പൺ മൈസെൽഫ് ഓൺ ടു ദ ക്യാമറ എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് വന്നു. അപ്പം ക്യാമറയുടെ മുന്നിൽ ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്ക് ആക്ച്വലി എന്താ നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് വേറെയാണ്. ഐ നോ ദിസ് ആൻ എംബാരസ്മെന്റ് അറ്റ് ഫസ്റ്റ് വെൻ യു തിങ്ക് അബൌട്ട് ഇറ്റ്, ബട്ട് വെൻ യു ആക്ച്വലി ഡു ഇറ്റ്, ഇറ്റ് ഈസ് സം കൈൻഡ് ഓഫ് എ കോൺഫിഡൻസ്. കാരണം ഞാനെന്ന വ്യക്തി ആക്ച്വലി ഒരു ദിവസം ഒരു ടെഡെക്സ് സ്പീച്ചിൽ, ഒരു ടെഡെക്സ് സ്റ്റേജിൽ നല്ല വലിയ ഓഡിയൻസിന്റെ ഫ്രണ്ടിൽ നിന്ന് സംസാരിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. അപ്പം on dreaming to be a person of that kind, I think I should start from here. അപ്പം മെയിൻലി ഞാൻ ഇപ്പോൾ പോളണ്ടിലേക്ക് വരുന്ന കുറേ സ്റ്റുഡൻസ്, ഞാൻ പോളണ്ടിൽ പഠിച്ചത് കൊണ്ടും ഇവിടെ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കൊണ്ടും എനിക്ക് ഒരുപാട് സ്റ്റുഡൻസ് മെസ്സേജ് അയക്കുന്ന കുറേ കാര്യങ്ങൾ വെച്ചിട്ട് സംസാരിക്കാമെന്ന് ഞാൻ കരുതുന്നത്. കാരണം എങ്ങനെയാണ് ഞാൻ എത്തിയത്, എങ്ങോട്ടൊക്കെയാണ് എൻ്റെ വഴികൾ ജേർണി വന്നത്, ഹൗ വാസ് മൈ ലൈഫ് ഹിയർ, ഞാനിപ്പോൾ ഇങ്ങനെ ജീവിക്കുന്ന കുറേ പേര് കാണുന്നുണ്ട്. എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കുന്നത് യാത്ര ചെയ്ത് നല്ല അതിമനോഹരമായ ജീവിതമല്ലേ എന്നൊക്കെ ഇഷ്ടം പോലെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ഒരു റിയാലിറ്റി എങ്ങനെയാണ്, ഹൗ ഐ സർവൈവ്ഡ് ഹിയർ, എൻ്റെ സ്റ്റഡീസ് എങ്ങനെയായിരുന്നു, ഞാൻ എങ്ങനെ മണി മാനേജ് ചെയ്തു, ഇങ്ങനെയുള്ള എല്ലാം ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീഡിയോസിൽ ഇടാം എന്ന് ഞാൻ കരുതുന്നു. അത് സ്റ്റുഡന്റ് ഇങ്ങോട്ട് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ പുറത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ പല പല കേസിലുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പം എൻ്റെ കേസ് മാത്രം എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അക്കാഡമിക്കലി കുറച്ച് നല്ലൊരാളാണ്. എനിക്ക് നാട്ടിൽ അത്യാവശ്യം എൻട്രൻസ് എക്സാം ഒക്കെ ഞാൻ ക്ലിയർ ചെയ്ത ഒരാളാണ്. അപ്പം അതിനുശേഷം എനിക്കത് വേണ്ട എന്ന് ചൂസ് ചെയ്ത് ഞാൻ എബ്രോഡ് വരാൻ തീരുമാനിച്ചതാണ്. അപ്പം മൈ പ്രയോറിറ്റി വാസ് എഡ്യൂക്കേഷൻ ബാക്ക് ദെൻ ആൻഡ് ഈവൻ നൗ. സോ ഐ വാണ്ടഡ് എ ഗുഡ് യൂണിവേഴ്സിറ്റി. ഇൻഫാക്ട് ഐ വാണ്ടഡ് സം ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ്. ആൻഡ് എനിക്ക് നല്ലൊരു രാജ്യത്ത് പഠിക്കണമെന്നുണ്ടായിരുന്നു. അധികം ഫിനാൻഷ്യലി പ്രശ്നമാവാതെ, അധികം ഫാമിലിയിൽ ഒരു ബർഡൻ കൊടുക്കാതെ, എനിക്ക് പുറത്ത് ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്വന്തമായിട്ട് അധ്വാനിച്ച് പഠിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ എബ്രോഡ് വരാൻ വേണ്ടി തീരുമാനിക്കുന്നത്. അപ്പം അങ്ങനെ തീരുമാനിച്ച് ഞാൻ ഏജൻസി തപ്പി ഇറങ്ങാണ്. ആ സമയത്ത് ഏജൻസീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറവാണ്. പിന്നെ അപ്പോൾ ഭയങ്കരമായിട്ട് കൂടുതൽ നിന്നത് UK, കാനഡ, ഓസ്ട്രേലിയ എന്നുള്ള ഓപ്ഷൻസ് ആണ്. അപ്പോൾ അതൊക്കെ നോക്കിയപ്പോഴത്തേക്ക് ഭയങ്കര റേറ്റാണ് കാണിക്കുന്നത്. 10 ലക്ഷം 15 ലക്ഷം ഒക്കെ ഫസ്റ്റ് ഇയർ ട്യൂഷൻ ഫീസ് ഒക്കെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു റേറ്റ് നമ്മൾ സംഘടിപ്പിച്ചിട്ട് വേണം പോകാൻ വേണ്ടി. അപ്പോൾ ഞാനും എൻ്റെ ബ്രദറും ഞങ്ങളുടെ ട്വിൻസ് ആണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ അത് വരണം എന്നുണ്ടെങ്കിൽ അപ്പോൾ അത് നടക്കില്ല എന്ന് നമുക്ക് ഒറ്റയടിക്ക് മനസ്സിലായി. ആദ്യം അതൊക്കെ ചെയ്തെടുക്കണം എന്നുള്ളൊരു ആശയം ഉണ്ടെന്നുണ്ടെങ്കിലും പിന്നെ റിയാലിറ്റി മനസ്സിലായി നടക്കില്ല. അപ്പം കുറേ ഇറങ്ങി തപ്പി. ഞങ്ങൾക്കൊന്ന് 18 വയസ്സേ ഉള്ളൂ, പക്ഷേ തന്നെ വീട്ടിൽ നിന്ന് ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. അത് ഭയങ്കര ഒരു അനുഗ്രഹമായിരുന്നു. ഞങ്ങൾ പുറത്തിറങ്ങി എന്താ നിങ്ങൾക്ക് വേണമെന്നുള്ള കണ്ടുപിടിക്കാനുള്ളൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഞങ്ങൾ പുറത്ത് പോയി, കൊച്ചിയിലൊക്കെ പോയി, കൊല്ലത്താണ് ഞങ്ങളുടെ വീട്, പക്ഷേ കൊച്ചിയിലൊക്കെ തന്നെ പോയി ഏജൻസികളിൽ കയറി ഇറങ്ങുമായിരുന്നു. ഓരോ ഏജൻസിയിലൊക്കെ കയറി ഇറങ്ങി അവരുടെ അന്വേഷിച്ച് അങ്ങനെ ഒരു ഏജൻസിയിൽ, എനിക്കൊരിക്കലും പേര് ഞാൻ റിവീൽ ചെയ്യുന്നില്ല, ഒരു ഏജൻസിയിൽ കയറി. മൈ ഫസ്റ്റ് ഓപ്ഷൻ വാസ് ഇറ്റലി. ഞാൻ ആദ്യമായിട്ട് ഇറ്റലിയിൽ ഒരു നല്ല അടിപൊളി യൂണിവേഴ്സിറ്റി കണ്ടുവച്ചിട്ട് ഒരു ഏജൻസി വഴി ത്രൂ ചെയ്യാൻ വേണ്ടി പോയത്. അപ്പം ഇറ്റലിയിലെ ഒരു വലിയ യൂണിവേഴ്സിറ്റി, ഓൾമോസ്റ്റ് QS റാങ്കിങ് 147 കണ്ടുണ്ടായിരുന്നു, മോർ ദാൻ IITs. ആ ഒരു യൂണിവേഴ്സിറ്റീസ് ആണ് ഡ്രീം ചെയ്ത് അവർ വഴി ചെയ്യുന്നത്. അപ്പം അതിനുള്ള ആപ്ലിക്കേഷൻ ചെയ്ത് അവരതിനുള്ള എക്സാം പറഞ്ഞു, അവരുടെ ഫീസ് കൊടുത്തു, എക്സാം എഴുതി, IELTS എഴുതി, എല്ലാം കൊടുത്തു. പക്ഷേ ആ ഏജൻസിയിൽ നിന്ന് ആക്ച്വലി പ്രോസസ്സിങ് കറക്റ്റായിട്ട് നടന്നില്ല. അതെ, കാരണം ഞാനത് കയറി നോക്കിയപ്പോഴത്തേക്ക്, കാരണം അഡ്മിഷൻ ഓൾമോസ്റ്റ് ഓക്കെ വന്ന സമയത്ത് അവരൊരു ഫൈനൽ ലിസ്റ്റ് ഇട്ടപ്പോഴത്തേക്ക് ഞങ്ങളുടെ പേര് കണ്ടില്ല. ആക്ച്വലി ആ അഡ്മിഷൻ ക്ലിയർ ആയ എല്ലാവർക്കും ആ ഒരു ലിസ്റ്റിൽ വരേണ്ടതാണ്. അതായത് ക്വാളിഫൈ ആയ എല്ലാവരും, ഞങ്ങൾ ക്വാളിഫൈ ആയി, പക്ഷെ ആ ലിസ്റ്റിൽ വന്നില്ല. അപ്പം ആപ്ലിക്കേഷനിൽ എന്തോ ഒരു പ്രശ്നം, ഡിലേ വരുന്നതോ എന്തോ ഒരു സംഭവമാണ്. അവർ കോൾ ചെയ്തപ്പം നമ്മൾ ആപ്ലിക്കേഷൻ ഡിലേ ആയി. ആ ഒരു പ്രശ്നം കാരണം ആ യൂണിവേഴ്സിറ്റി കയറാൻ പറ്റി. അല്ലെങ്കിൽ ആ യൂണിവേഴ്സിറ്റി കിട്ടുന്നത് കൊണ്ട് ഏജൻസിയിലുള്ള വിശ്വാസം പോയി, മൊത്തത്തിൽ തകർന്നു പോയി. ഒരു 6-7 മാസം കഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ആ ഒരു യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ട്. അപ്പം പെട്ടെന്ന് ഒരു ദിവസം അതെല്ലാം കൂടെ പോയപ്പോഴത്തേക്ക് ശരിക്കും സഹിക്കാൻ പറ്റില്ല. പിന്നെ ആ ഏജൻസി വേണ്ടാന്ന് വിചാരിച്ചു, വേറെ ഏജൻസി നോക്കി അവിടെ വന്ന് ആ ഏജൻസിയിൽ സംസാരിച്ചപ്പോഴത്തേക്ക് അവർ ഭയങ്കര മോട്ടിവേഷൻ, നിങ്ങളെ കൊണ്ട് വേറെ പറ്റും, അത് പറ്റും, ഇങ്ങനെ പറ്റും എന്ന് പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്ത് അവർ നമ്മളെ കൊണ്ട് വേറെ പോളണ്ട് ചൂസ് ചെയ്യിപ്പിച്ചു. അപ്പോൾ പോളണ്ട് വന്നപ്പോൾ നമുക്ക് ഓപ്ഷൻ ഓക്കെ, നല്ല ഓപ്ഷനാണ്, ഇവിടെ കറൻസി ലിവിങ് കോസ്റ്റ് കുറവാണ്, അധികം ട്യൂഷൻ ഫീസ് ഇല്ല എന്നൊക്കെ വിചാരിച്ചു നമ്മൾ ഓക്കെ നല്ലതാണെന്ന് വിചാരിച്ചു. അപ്പോഴും എനിക്കൊരു ആഗ്രഹം ആക്കി, ഇവിടെ പഠിക്കുന്നെങ്കിൽ നല്ലൊരു യൂണിവേഴ്സിറ്റി പഠിക്കുക എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടുത്തെ യൂണിവേഴ്സിറ്റീസ് എല്ലാം സെർച്ച് ചെയ്ത് തുടങ്ങി. നമ്മളപ്പം ക്രാക്കോയിൽ AGH യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു, വാൾസർ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി
ഇവിടുത്തെ നമ്പർ 1 ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയാണ്. പോളണ്ടിലെ നമ്പർ 1 ആണ്. വേൾഡ് ക്യൂസ് റാങ്കിങ് ഒരു 300 to 350 വരും. അതും അപ്പോൾ ഓൾമോസ്റ്റ് സെയിം ലൈക്ക് IITs ആ ഒരു റേഞ്ചാണ്. അപ്പം മതി, ഓക്കെ, ഫിക്സ്. അവിടെ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ പഠിക്കാം, അത്രേ ഉള്ളൂ എന്നുള്ള ആലോചിച്ചിട്ട് നമ്മൾ ഇവിടുത്തെ ആപ്ലിക്കേഷൻ ചെയ്ത് തുടങ്ങി. ഈ ആപ്ലിക്കേഷൻ ചെയ്ത് തുടങ്ങിയിട്ട് ഇവിടുത്തെ ആപ്ലിക്കേഷൻ ചെയ്തു. കുറച്ച് ടെസ്റ്റ് ഉണ്ടായിരുന്നു, ടെസ്റ്റൊക്കെ എഴുതി, അവർക്ക് ടെസ്റ്റ് അയച്ചു കൊടുത്തു. ആപ്ലിക്കേഷൻ്റെ കുറേ പ്രൊസീജിയേഴ്സ് എല്ലാം വന്നു. ഓഫർ ലെറ്റർ കൈ കിട്ടി. പൈസ അടച്ചോ, നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി കയറാം എന്ന് പറഞ്ഞ് ഓഫർ ലെറ്റർ കൈ കിട്ടി. ഇത് കൊണ്ട് ഞങ്ങൾ ഏജൻസി കൊടുത്തിട്ട് പറഞ്ഞു, ഇന്ന ഏജൻസിയിൽ ഞങ്ങൾ പഠിക്കണം, ഇന്ന ഏജൻസി പഠിക്കണം, ഓഫർ ലെറ്റർ തന്നെ. സ്വന്തമായിട്ട് ഓഫർ ലെറ്റർ ഒപ്പിച്ചു. എന്നിട്ട് ഏജൻസി പോയപ്പം അവരത് കറക്കി തിരിച്ച് പണിഞ്ഞ അവസാനം അമ്മയടുത്ത് സംസാരിച്ച് അമ്മ അവരങ്ങ് പേടിപ്പിച്ചു. ഞങ്ങൾ ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു കഴിഞ്ഞാൽ വിസ കിട്ടത്തില്ല, ഞങ്ങൾക്ക് ക്രെഡിബിലിറ്റി കിട്ടത്തില്ല, അങ്ങനെ കുറേ കാര്യം. 18 വയസ്സല്ലേ ഉള്ളൂ. ആ സമയത്ത് നമ്മൾ പറയുന്നതാണോ അവർ ഏജൻസി പറയുന്നതാണോ? ആ ഒരു സമയത്ത് ഇത്രയും അങ്ങോട്ട് നമുക്ക് ആൾക്കാരോട് ചോദിക്കാനൊന്നും അധികം ഓപ്ഷൻ ഇല്ലായിരുന്നു. 2022 ആയിരുന്നു, എന്നാലും ആ സമയത്തും കുറവായിരുന്നു പോളണ്ടിലൊക്കെ ഒരാളെ കോൺടാക്ട് ചെയ്യാനൊക്കെ ഉള്ളത്. അങ്ങനെ പറഞ്ഞ് ആ വലിയ യൂണിവേഴ്സിറ്റിയുടെ ഓഫർ ലെറ്റർ ആ സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ആ പുള്ളിക്കാരൻ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഓഫർ ലെറ്റർ എടുത്ത് തന്നിട്ടാണ്, ഈ യൂണിവേഴ്സിറ്റി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ല ഇത് കിട്ടും, നിങ്ങൾക്ക് വിസ ഉൾപ്പെടെ കിട്ടും, വിസ കിട്ടുന്ന ഉറപ്പാണ്, നഴ്സിംഗ് എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡ് IT ആണ്. ഞാൻ പറഞ്ഞു പറ്റത്തില്ല, എനിക്ക് നഴ്സിംഗ് വേണ്ട, IT മതി. അപ്പോൾ ആൾ പറഞ്ഞു, നിങ്ങൾ നഴ്സിംഗ് എടുത്തിട്ട് പൊക്കോ, അനീഷ് അവിടെ ചെന്നിട്ട് മാറിയാൽ മതി. ആക്ച്വലി അതെല്ലാം ഭയങ്കര തട്ടിപ്പാണ്. കാരണം ഇവിടെ വന്നതിന് ശേഷം അതെല്ലാം മനസ്സിലായത്. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ആ സമയത്ത് ഒരു പേടിയാണ്, വിസ കിട്ടുമോ ഇല്ലയോ, ഒരുപാട് നീണ്ടു പോവോ എന്നൊക്കെ ഉള്ളൊരു പേടി കാരണം ശരി ഓക്കെ എന്ന് പറഞ്ഞ് അവസാനം അത് വെച്ച് മൂവ് ചെയ്ത്. അങ്ങനെ അത്രയും വലിയൊരു യൂണിവേഴ്സിറ്റി എന്നുള്ള അങ്ങനെ ഒരു സ്വപ്നം തന്നെ മാറ്റി വെച്ചുകൊണ്ട് ഞങ്ങളൊരു പഠിത്തം വേറൊരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്ത് ഇറങ്ങുകയാണ്. ആ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്ത് ഇറങ്ങി, വിസ കിട്ടി. അതെല്ലാം ഒരു അത്ഭുതം പോലെ കാണുന്നു. കാരണം ഒരുപാട് പേർക്ക് റിജക്ഷൻ വരുന്ന സമയമാണ്. ആ സമയത്താണ് നമുക്ക് ഇങ്ങനൊരു അറ്റ്ലീസ്റ്റ് വിസ എങ്കിലും കിട്ടിയല്ലോ എന്നുള്ളൊരു സന്തോഷത്തിൽ വിസ കിട്ടി ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. 2022 ഒരു ഒക്ടോബർ സമയത്താണ് പോളണ്ടിലേക്ക് വരുന്നത്. സോ അതിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്, നിങ്ങളിപ്പം പുറത്തോട്ടോ പോളണ്ടിലേക്കോ എവിടെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ പഠിക്കാൻ നോക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്നേ പറയാനുള്ളത്, ചൂസ് യുവർ ഏജൻസി വൈസ്ലി ആൻഡ് ഡു യുവർ റിസർച്ച്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യുക. അതായത് സ്റ്റഡീസ് ഏതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളതെന്ന് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. ഏത് യൂണിവേഴ്സിറ്റി പഠിക്കണം നിങ്ങൾ കണ്ടുപിടിക്കുക, ഏത് രാജ്യത്ത് പഠിക്കണം നിങ്ങൾ കണ്ടുപിടിക്കുക. അത് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ അങ്ങോട്ട് ചോദിക്കുക. അന്നൊക്കെ ഞങ്ങൾക്കത് അന്ന് ഞാനത് കണ്ടുപിടിച്ച് ചോദിക്കുമ്പോൾ പോലും എനിക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള ഏജൻസീസ് എനിക്ക് കാണുന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനല്ല. ഇപ്പം നല്ല ഏജൻസീസ് ഉണ്ട്. എനിക്ക് തന്നെ കുറച്ച് ഏജൻസീസ് നല്ല നല്ല ചെയ്യുന്ന ആൾക്കാരറിയാം. അവരെല്ലാം നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ഏജൻസീസ് ഉണ്ട്. അങ്ങനെയുള്ള ഏജൻസി ചൂസ് ചെയ്യുക. പക്ഷേ ചൂസ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ തന്നെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്നുള്ളത്. പിന്നെ ഇങ്ങോട്ട് വന്നതിന് ശേഷമുള്ള എല്ലാവരുടെയും കാര്യമാണ് പാർട്ട് ടൈം, എങ്ങനെ ഇതെല്ലാം കൂടെ മാനേജ് ചെയ്യും, സ്റ്റഡീസ്, വർക്ക്, ഇത് ഒരു ലൈഫ് സൈക്കിൾ എങ്ങനെയാണെന്നുള്ളൊരു വലിയ സംഭവമുണ്ട്. അപ്പം എങ്ങനെയാണ് ആദ്യം വരുമ്പോൾ ഉള്ള വീട്, ഇപ്പം വീടൊക്കെ കണ്ടുപിടിക്കാൻ ഒരുപാട് ഏജൻസീസ് ഉണ്ട്. നമുക്ക് എത്തുന്നതിന് മുന്നേ തന്നെ നമ്മുടെ വീടൊക്കെ സെറ്റാക്കി വെക്കാൻ ഇഷ്ടംപോലെ പേരുണ്ട് ഇപ്പം. എന്നാൽ ആ സമയത്ത് ഒരാളുടെ നമ്പർ കിട്ടാൻ തന്നെ പാടായിരുന്നു. അപ്പം ഇവിടെ ഞങ്ങൾ ആദ്യമായിട്ട് കയറി വരുമ്പോഴത്തേക്ക് വീടില്ല. ആ സമയത്ത് കുറച്ച് ചേട്ടന്മാരുടെ നമ്പർ എങ്ങനെയോ കിട്ടി. അവരെ കോൺടാക്ട് ചെയ്ത് അവരുടെ അടുത്തോട്ട് അവർ ഞങ്ങളെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്ത് വിളിച്ചുകൊണ്ട് വരികയാണ് ചെയ്തത്. അപ്പം അങ്ങനെ എത്തിയിട്ട് കിടക്കാൻ വേണ്ടി വീടില്ല. അവരുടെ വീട്ടിൽ ഒരു റൂം ഞങ്ങൾക്ക് തന്നു. അവിടെ വേറൊരാളും ഉണ്ടായിരുന്നു. ഞങ്ങളൊരു 4 പേര് 2 ബെഡിലായിട്ടാണ് കിടക്കുന്നത്, സിംഗിൾ ബെഡിൽ. അപ്പോൾ ഒരു ബെഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല വെച്ചിട്ടൊക്കെയാണ് കിടക്കുന്നത്, കാരണം സ്ഥലമില്ല. അന്ന് നമുക്ക് പുറത്തിറങ്ങി കണ്ടുപിടിക്കാനാണെന്നുണ്ടെങ്കിലും ഭയങ്കര പാടാണ്. കാരണം മലയാളീസ് തന്നെ ഒരു 10 പേരെങ്ങാണ്ടാണ് ഈ സിറ്റിയിലുണ്ടായിരുന്നത്. ഈ ലുബ്ലിൻ എന്ന് പറഞ്ഞ സിറ്റിയാണ്. അപ്പം ആ സമയത്ത് നമുക്ക് പുറത്തോട്ട് ഇറങ്ങിയ മലയാളീസിനെ കാണത്തില്ല. അവർക്ക് തന്നെ ഞങ്ങൾക്ക് മുന്നേ വന്നവർക്ക് തന്നെ ഒരു 6 പേരെ 7 പേരെ മാത്രമേ മലയാളീസിനെ അറിയത്തുള്ളൂ. അപ്പം നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ഭയങ്കര വളവുള്ള സ്ഥലത്തേക്ക് കയറി വരുമ്പോഴത്തേക്ക് നമ്മൾ ഫ്രം സ്ക്രാച്ച് ഓരോന്ന് കണ്ടുപിടിക്കുന്ന പോലെയായിരുന്നു. ഞങ്ങളിങ്ങനെ ഫേസ്ബുക്കിൽ കയറി OLXിലൊക്കെ കയറി ഓരോ സായിപ്പ്മാർക്ക് മെസ്സേജ് അയച്ചിട്ട്, വീടുണ്ടോ, ഞങ്ങൾക്ക് വീടുണ്ട്, കിടക്കാൻ സ്ഥലമില്ല, റെന്റിന് തരുമോ, ഇന്ത്യക്കാരാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മെസ്സേജ് അയക്കും. ഓരോ ദിവസം കയറി നമ്മൾ മെസ്സേജ് അയക്കും. അവർ പക്ഷേ റെസ്പോണ്ട് ചെയ്യത്തില്ല. ചിലർ റെസ്പോണ്ട് ചെയ്യും, എന്നിട്ട് കാണാമെന്ന് പറയും, പിന്നെ അവർ കാണാൻ വരത്തില്ല. ചിലർ കണ്ടതിന് ശേഷം ഓക്കെ പറയും, പക്ഷേ 2 ദിവസം കഴിഞ്ഞിട്ട് അവർ തരത്തില്ല എന്ന് പറയും. അങ്ങനെ ഓൾമോസ്റ്റ് ഒരു 4 ആഴ്ച വീടില്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോയി. ഈ 4 ആഴ്ച മുന്നോട്ട് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മളുടെ ഒരു കംഫർട്ട് സ്പേസ് ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളെ പാക്ക് വന്നിട്ട് പെട്ടി പോലും തുറക്കാൻ പറ്റില്ല. പെട്ടി തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാം കൂടെ പാക്ക് ചെയ്ത് നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോകാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണം. പിന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഇന്ന് ആരെങ്കിലും കണ്ട് സംസാരിച്ച് കഴിഞ്ഞാൽ അവർ പറയും 4ാമത്തെ ദിവസം വീട് തരാമെന്ന്. എന്നിട്ട് 4ാമത്തെ ദിവസം ചെല്ലുമ്പോഴത്തേക്ക് അവർ പറയും അയ്യോ ഇല്ല, വേറൊരാൾക്ക് കൊടുത്തു. അപ്പം അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് റിയലി ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തൊരു ഫേസ് ആയിരുന്നു. അന്ന് ശരിക്കും നമ്മൾ എന്താ പറയുക,
ഞാനൊക്കെ ഒരു പള്ളിയിലൊക്കെ പോയിട്ട്, ബേസിക്കലി ഞാൻ ഹിന്ദുവാണ്, പക്ഷെ ഞാൻ ഒരു പള്ളിയിലൊക്കെ പോയിട്ട് ഞാനിങ്ങനെ അവിടെ മുട്ടുകുത്തി നിന്നിട്ട് ഞാനിങ്ങനെ ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് ഈ പരീക്ഷണം, ഒരു വീട് തന്നൂടെ, ഒന്ന് നോക്കിക്കൂടെ എന്നൊക്കെ ഇങ്ങനെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. കാരണം അത്രയ്ക്കും സ്ട്രഗിൾ ആയിരുന്നു. കാരണം 8 മണി തൊട്ട് 8 മണി വരെ രാവിലെ തൊട്ട് രാത്രി വരെ ക്ലാസ്, അതിന് കൂടെ പ്രോജക്ട്സ്, IT ആയതുകൊണ്ട് ഫസ്റ്റ് വീക്കിൽ തന്നെ അവർ സാധനങ്ങളെല്ലാം തുടങ്ങി. സോ ഇറ്റ് വാസ് എ റിയലി ബാഡ് ഫേസ്. എന്നാൽ ആ സമയത്തും വീട്ടിൽ നിന്നൊക്കെ കുറെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. അവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഇപ്പോഴും ഓർമ്മയുണ്ട്. അന്നൊക്കെ പറയാറ് തീയിൽ കൊരുക്കുന്നത് വെയിലത്ത് പാടില്ല എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പൊ നമുക്കറിയത്തോടെ തീയിൽ കൊരുക്കുന്ന ഇങ്ങനെ കൊരുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല എന്നൊക്കെ. പക്ഷെ ഇറ്റ് വാസ്, ഇന്നത് തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് ഇറ്റ് വാസ് എ റിയലി നൈസ് ഫേസ് ഓഫ് ഗ്രോത്ത്. പിന്നെ അവിടുന്ന് ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്കൊരു വീട് കിട്ടുന്നത്. അതൊരു കുറച്ച് മലയാളി ചേച്ചിമാർ നിന്നൊരു വീട്. അവരവിടുന്ന് മാറാൻ നേരം നമുക്കത് കിട്ടിയതാണ്. അതൊരു ഭാഗ്യം. വിത്ത് ഗോഡ്സ് ഗ്രേസ് സംതിങ് ഹാപ്പൻ. സംഭവം അതിനെ അറിഞ്ഞു, അങ്ങനെ ഒരു വീട് കിട്ടി. ആൻഡ് ഫൈനലി അവിടെ അങ്ങനെ സെറ്റിലായി. അപ്പോൾ ഒരു മാസത്തിന് ശേഷമാണ് വീട് കിട്ടുക എന്നുള്ളൊരു സാധനം സെറ്റായത്. അതിനുശേഷം പിന്നെ ജോലിയായി, പാർട്ട് ടൈം ചെയ്യണം. കാരണം ഓൾറെഡി ഈ ഒരു മെസ്സിനകത്ത് കയ്യിലുള്ള പൈസ എല്ലാം തീർന്നു കൊണ്ടുവന്നത്. പിന്നെ ക്ലാസ്സും തുടങ്ങി. ക്ലാസ്സിന് ഇടയ്ക്കൂടെ നമ്മൾ ജോലി കണ്ടെത്തി പിടിക്കുക എന്നുള്ളത് ഭയങ്കര പാടായിരുന്നു. ഇഷ്ടംപോലെ എടുത്ത് ഇങ്ങനെ ആപ്ലിക്കേഷൻസ് ഒക്കെ എടുത്ത് നേരെ ഓരോ കടയിലൊക്കെ ചെന്നിട്ട് CV കൊടുത്ത് ജോലി ഉണ്ടോ എന്ന് കയറി ഇറങ്ങി ചോദിച്ചിട്ടുണ്ട്. ഒരു സ്ട്രീറ്റിന്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെയുള്ള ഓരോ ഷോപ്പിൽ ഞങ്ങൾ കയറി ഇറന്നിട്ട് ജോലി ഉണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ തപ്പി പിടിക്കുന്നത്. അങ്ങനെ പിന്നെ കുറെ ഏജൻസിയിലൊക്കെ കൊടുത്തിട്ട് ഒരു ഏജൻസിയിൽ നിന്ന് ഒരു ദിവസം പെട്ടെന്നൊരു മെസ്സേജ് വന്നു. ഞാൻ അവരിങ്ങനെ എപ്പോഴും കുത്തി മെസ്സേജ് അയക്കുമായിരുന്നു, നല്ല ജോലി ഉണ്ടോ തരണേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പെട്ടെന്നൊരു മെസ്സേജ് വന്ന്, ഇന്ന് രാത്രി ഇങ്ങനെ ഒരു ഫാക്ടറിയിൽ ജോലിയുണ്ട്, പോകാൻ പറ്റുമോ? ഞാൻ ആദ്യം ഒന്ന് ആലോചിച്ചു. കാരണം വൈകുന്നേരം എനിക്ക് ക്ലാസ് ഉണ്ട്. അപ്പോൾ ക്ലാസ്സിന് പോയി കഴിഞ്ഞാൽ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല. ഞാനപ്പോൾ ചോദിച്ചു, എനിക്ക് ഇങ്ങനെ ഒരു ക്ലാസ് ഉണ്ട്, ഞാൻ നാളെ മുതൽ ജോലിക്ക് പോയാൽ മതിയോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇന്ന് ജോലിക്ക് പോയാൽ പറ്റുമെങ്കിൽ നീ പോയാൽ മതി, ഇല്ലെങ്കിൽ നീ പോകണ്ടെന്നാണ്. ഉടനെ ഞാൻ പറഞ്ഞു, ഞാൻ ജോലിക്ക് പോകാമെന്ന്. കാരണം നമുക്ക് ജോലിയാണല്ലോ ഇമ്പോർട്ടൻറ്റ്. ഒരു ക്ലാസ് പോയി കഴിഞ്ഞാൽ അത് കവർ ചെയ്തെടുക്കാൻ പറ്റും, എന്നാൽ ജോലി കിട്ടുന്നത് പിന്നെ നിൽക്കും എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ജോലിക്ക് കയറി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഭാഗ്യം പിന്നെ അവിടെ വരികയാണ്. അപ്പം എനിക്ക് പറയാനുള്ള തീരെ വെറുത്തതിനാൽ വെയിലത്ത് പാടില്ല എന്ന് പറഞ്ഞ ആ ഒരു സംഭവം ശരിക്കും ആദ്യത്തെ ഒരു ഫേസിൽ കഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിലും പിന്നീട് വീടായി, പെട്ടെന്ന് തന്നെ ഒരു ജോലിയായി. ആ ജോലിയിൽ ഞാൻ ചെയ്തു തുടങ്ങിയപ്പോൾ അത് അത്യാവശ്യം നല്ല സാലറി ഉണ്ടായിരുന്നു. ഞാനത് ജോലി ചെയ്തു, സാലറി പയ്യെ മിച്ചം വെച്ചു, ഞാൻ ഫീസ് അടയ്ക്കുകയാണ് ചെയ്തത്. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്ക് പാർട്ട് ടൈം ഒക്കെ ചെയ്ത് ഫീസ് അടയ്ക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചാൽ ഞാൻ അവിടെ എൻ്റെ കേസ് പറഞ്ഞത് ഞങ്ങൾ ഫീസ് അടച്ചു എന്നുള്ളതാണ്. പാർട്ട് ടൈം ചെയ്ത് തന്നെയാണ് ഫീസ് അടച്ചത്. 4 വർഷമായിരുന്നു കോഴ്സ്. അതിൽ 3 വർഷത്തിൽ ഞങ്ങൾ ഓരോ വർഷം സമ്മർ ബ്രേക്ക് വരുമ്പോൾ നാട്ടിലേക്ക് പോയിരുന്നു. അതിൻ്റെ ഫ്ലൈറ്റ് ചാർജസും എല്ലാം ഞങ്ങൾ തന്നെയാണ് എടുത്തത്. സോ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ചെയ്തെടുക്കാൻ പറ്റും, എന്നാൽ അത് പാടാണ്. അതാണ് റിയാലിറ്റി. കാരണം ഒരുപാട് പേരുണ്ട് അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റാതെ വരുന്നവർ. അവരാരും കഷ്ടപ്പെടാത്തവരല്ല, അവർ കഷ്ടപ്പെട്ടിട്ടും അവർക്ക് അതിനുള്ള സാഹചര്യം കിട്ടുന്നില്ല എന്നുള്ളതും കൂടിയുണ്ട്. കഷ്ടപ്പെടാത്തവരും ഉണ്ട്. എന്നാൽ കുറേ കാര്യങ്ങൾ പഠിക്കണം. മണി മാനേജ് ചെയ്യാൻ പഠിക്കണം, ടൈമും വർക്കും ഇതെല്ലാം കൂടി, വർക്ക് ആൻഡ് സ്റ്റഡീസ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പഠിക്കണം. അങ്ങനെ ഭയങ്കര കാര്യങ്ങളുണ്ട്. ഇത് നമ്മൾ കേൾക്കുന്നത് പോലെയല്ല. ഓക്കെ രാവിലെ ക്ലാസ്സിന് പോകാം, രാത്രി പണിക്ക് പോകാം എന്ന് പറയാൻ പറ്റുമെന്നുണ്ടെങ്കിലും അത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് അത് ഭയങ്കര പാടാണ്. നമുക്ക് ഫിസിക്കലി മെൻ്റലി നല്ല ഒരു പണിയുള്ളൊരു കാര്യമാണ്. പിന്നെ അത് എങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയോ ചെയ്തു. സത്യം തിരിഞ്ഞു നോക്കുമ്പോൾ അറിയില്ല അതെങ്ങനെ ചെയ്തു എന്ന്. ഇങ്ങനെയോ ചെയ്തു. അത് അന്നത്തെ ഒരു നീഡായിരുന്നു. പിന്നെ ഐ വാസ് നോട്ട് അലോൺ, ബിക്കോസ് എൻ്റെ കൂടെ എൻ്റെ ബ്രദർ ഉണ്ടായിരുന്നു, ട്വിൻ ബ്രദർ. സോ ഞങ്ങൾ രണ്ടുപേരുള്ളത് കൊണ്ടായിരുന്നു തോന്നുന്നു. എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അതൊരു പാടായിട്ടേ തോന്നില്ല. ബിക്കോസ് വി ലീവ് ഹാപ്പിലി സംഹൗ. അതെ, കാരണം രണ്ടുപേരുള്ളത് ഞങ്ങൾക്കൊരു ഭാഗ്യമായിരുന്നു. സോ ഒറ്റയ്ക്ക് വരുമ്പോഴത്തേക്ക് ഒരു ലോൺലിനെസ്സും ഹോം സിക്നെസ്സും ഒക്കെ നല്ലോണം വരാൻ ചാൻസ് ഉണ്ട്. കാരണം അതെനിക്ക് ഇപ്പം മനസ്സിലാകുന്നു. ബിക്കോസ് നൗ മൈ ബ്രദർ ഈസ് നോട്ട് വിത്ത് മീ. സോ ഒറ്റയ്ക്ക് വരുമ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ആ ഒരു സംഭവം കൂടി, കാരണം ഇതൊക്കെ ഫേസ് ചെയ്യുമ്പോൾ ഒരാളും കൂടെ കാണത്തില്ല, ഒറ്റയ്ക്കായിരിക്കും എന്നുള്ളൊരു ഹാർഷ് റിയാലിറ്റി ആക്ച്വലി നിങ്ങൾ മനസ്സിലാക്കണം. ആൻഡ് അതും ഒറ്റയ്ക്കല്ലേ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും അല്ല, പറ്റൂല. ഇറ്റ്സ് റിയലി ഹാർഡ്. എൻ്റെ വീഡിയോസ് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും, ഞാൻ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്ന ഒരു അടിപൊളി യാത്രക്കാരൻ, ഇവൻ എന്തൊക്കെയാണ് ചെയ്യുന്നതിനൊക്കെ നിങ്ങൾ കാണുമ്പോൾ തോന്നുമായിരിക്കും. പക്ഷേ ഇൻ റിയാലിറ്റി ഞാൻ അങ്ങനെ ഒരാളെ അല്ലായിരുന്നു. എനിക്ക് ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേടിയാണ്. ഒറ്റയ്ക്ക് അവിടം വരെ പോകുന്ന പറഞ്ഞാൽ ആരെങ്കിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് സംസാരിക്കാൻ പോലും എന്നെ കൊണ്ട് പറ്റുന്ന ഒരാളെ അല്ലായിരുന്നു ഞാൻ. ഐ ഹാഡ് സം ട്രാൻസ്ഫോർമേഷൻസ്. ആ ഒരു ഒറ്റ കാര്യം എനിക്ക് കുറച്ച് there comes a moment in your life where you will question your own life choices. അങ്ങനെ ഒരു മൊമെന്റിൽ ഞാൻ മാറി എന്ന് വേണമെങ്കിലും പറയാം. കാരണം അതാണ്, ഒറ്റയ്ക്ക് നിൽക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. ആൻഡ് ടു
to that point where you are going to master it, it will be hard. But from that point, it will be easy. പിന്നെ ഞാൻ വർക്ക് ചെയ്ത സ്പെസിഫിക്കലി എവിടെയാണെന്ന് ചോദിച്ചാൽ ഞാൻ ഒരു ഫാക്ടറിയിലാണ് വർക്ക് ചെയ്തത്. അതൊരു കാർ പാർട്സിൻ്റെ ഫാക്ടറി ആയിരുന്നു. നല്ല പണിയായിരുന്നു. ഭയങ്കര കഷ്ടപ്പെട്ടുള്ള പണിയായിരുന്നു. ശരീരമൊക്കെ ചില സമയത്ത് അങ്ങ് വേദനിക്കും. ഞാൻ അവസാനം ഞാൻ തളർന്ന് എൻ്റെ ബ്രദർ ബോധം കെട്ട് വീണിട്ടുണ്ട്. പിന്നെ ഞാൻ വീഴാറായി വന്ന് എൻ്റെ ആദ്യമായിട്ട് ഞാൻ എനർജി ഡ്രിങ്ക് കുടിക്കുന്ന ആ ഫാക്ടറി വെച്ചിട്ടാണ്. കാരണം എനിക്കറിയാം ഞാൻ ആ എനർജി ഡ്രിങ്ക് കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വീഴുമെന്ന്. അന്ന് എനിക്ക് മനസ്സിലായി എനർജി ഡ്രിങ്ക് എന്ന് പറയുന്നതിന് ഒരു കാരണം ഉണ്ടാകും, വെറും ഡ്രിങ്ക് അല്ല. അപ്പം അങ്ങനെയുള്ള കുറേ യാത്രകളിലൂടെ ഒക്കെ നമ്മൾ പോവുകയാണ് നമ്മുടെ എബ്രോഡ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അവിടെ നിന്ന് നമുക്ക് പൈസ എത്തുന്ന നമ്മൾ മാനേജ് ചെയ്ത് നമ്മൾ കുക്ക് ചെയ്യുക. സ്വന്തമായിട്ട് വേണം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. വി ഹാഡ് എ റുട്ടീൻ. ഞങ്ങൾ മാറി തിരിഞ്ഞൊക്കെയാണ് കുക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം മൺഡേ ടു ഫ്രൈഡേ നമുക്ക് വർക്കും കാണും, ക്ലാസ്സും കാണും. സാറ്റർഡേ സൺഡേ മാത്രമായിരിക്കും ബ്രേക്ക് കിട്ടുന്നത്. സാറ്റർഡേയിൽ ചിലപ്പം എന്തെങ്കിലും ഒന്ന് കറങ്ങാൻ പോവോ, അല്ലെങ്കിൽ ചിലപ്പോൾ കളിക്കാനൊക്കെ പോകുമായിരുന്നു, ഫുട്ബോളൊക്കെ കളിക്കുമായിരുന്നു. അങ്ങനെ എല്ലാം കളിക്കുമോ. എന്നിട്ട് സാറ്റർഡേ നൈറ്റ് വന്നിട്ട് നല്ലൊരു ഉറക്കം ഉറങ്ങും. സൺഡേ ആകുമ്പോഴത്തേക്ക് വീക്കിലേക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യും. ഫുഡൊക്കെ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയൊക്കെ വെക്കുന്ന സൺഡേസിലായിരുന്നു. അങ്ങനെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈക്കിൾ ചവിട്ടുന്ന പോലെ ആയിരിക്കും നമ്മളുടെ ജീവിതം എബ്രോഡ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഒരു സെയിം റൂട്ടീൻ, അതിനകത്ത് ഒരു ഡിഫറൻസും ഇല്ല. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മൺഡേ ടു ഫ്രൈഡേ പണിയെടുക്കുക, പഠിക്കുക. സാറ്റർഡേ ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു ക്ഷീണം ചെറുതായിട്ടൊന്ന് തീർക്കുക. സൺഡേ ആകുമ്പോഴത്തേക്ക് അടുത്തതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഇതായിരിക്കും നമ്മുടെ ലൈഫ്. സോ ടു ബി സോ ഹോണസ്റ്റ്, ഇപ്പം കാണുന്ന ഒരു ട്രാവലും ഒരു സന്തോഷവും എൻ്റെ സ്റ്റുഡൻറ്റ് ലൈഫിൽ ഞാൻ അനുഭവിച്ചിട്ടേ ഇല്ല. ഞാൻ ശരിക്കും കഷ്ടപ്പെട്ടു. ഞാനെന്നല്ല, എബ്രോഡ് നിൽക്കുന്ന എല്ലാ സ്റ്റുഡൻസും ശരിക്കും കഷ്ടപ്പെടുകയാണ്. ഇൻസ്റ്റയിൽ കാണുന്നതോ സ്റ്റോറീസിൽ കാണുന്നതോ ഒന്നുമല്ല റിയൽ ലൈഫ് എന്ന് പറയുന്നത്. ഹാർഡ്ഷിപ്പ്, അതാണ് റിയൽ ലൈഫ്. പിന്നെ നമുക്ക് പറയാമായിരിക്കും നമുക്ക് ഒരുപാട് കറങ്ങാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഇല്ലേ, 26 കൺട്രീസിന്റെ വിസ അല്ലേ കയ്യിലിരിക്കുന്നത്, തൊട്ടപ്പുറത്തോട്ടൊന്ന് പോയാൽ പോരേതൊക്കെ. എന്നാൽ ഈ പണിയൊക്കെ എടുത്ത് ചത്തിവിടെ കിടക്കുമ്പോഴത്തേക്ക് അപ്പുറത്തെ രാജ്യത്ത് പോയിട്ട് അപ്പുറത്തെ കടയിൽ പോകാൻ പോലും നമുക്ക് പറ്റത്തില്ല. അതാണ് ശരിക്കുള്ള അവസ്ഥ. നിങ്ങൾ ചോദിച്ചാൽ മതി, 100%, ഒരു 99% ആൾക്കാരും ഇങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത്. അത് അവരങ്ങനെ ജീവിക്കുന്നത് അത് നമ്മുടെ ആ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ്. ഒരിക്കലും നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. ബാക്കി 1% ഉണ്ടായിരിക്കും അതിലും കഷ്ടപ്പെട്ട് അവർ വേറെ എന്തെങ്കിലും ചെയ്യുന്നത്. അല്ലെങ്കിൽ മേ ബി അവരുടെ കയ്യിൽ ചിലപ്പോൾ ഫിനാൻസും ഒക്കെ ആയിരിക്കും, അവർ എക്കണോമിക്കലി സോഷ്യലി എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ അവർ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് വീഡിയോസിലൊക്കെ കാണാൻ പറ്റും. പക്ഷേ ആസ് എ സ്ട്രഗ്ലിംഗ് പേഴ്സൺ ഹു ഈസ് ഫിനാൻഷ്യലി നോട്ട് സപ്പോർട്ടഡ് ബൈ യുവർ പേരൻസ്, കഷ്ടപ്പാടായിരിക്കും. പിന്നെ ഒരു വലിയ കാര്യം നമ്മളുടെ സിറ്റി എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഏത് സിറ്റിയിലാണോ പഠിക്കാൻ പോകുന്നത് എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ഇപ്പം ജർമ്മനിയിൽ പോയി കഴിഞ്ഞാൽ ഓക്കെ നല്ല സ്ഥലമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മനിയിൽ പല സിറ്റീസ് ഉണ്ട്. ആ പല സിറ്റീസിലും പല രീതിയിലായിരിക്കും വർക്ക് ലൈഫ് കണ്ടീഷൻസും സ്റ്റഡീസും എല്ലാം ഉള്ളത്. അതേപോലെ തന്നെ പോളണ്ടിൽ ഇപ്പോൾ വാർസോ എന്നൊക്കെ പറഞ്ഞാൽ സോ ക്രൗഡഡ്, ഭയങ്കര ആൾക്കാരും ചിലപ്പോൾ കുറച്ച് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കാണും, എന്നാൽ ക്രൗഡ് കാണും, ഓപ്പർച്യൂണിറ്റീസ് കുറവും കാണും. എന്നാൽ എൻ്റെ സിറ്റി ലുബിനാണ്. അത് കുറച്ചുകൂടെ കാമായിട്ടുള്ള വേറെ സിറ്റിയാണ്. ഇവിടെ ഓപ്പർച്യൂണിറ്റി ശരിക്കും കുറവാണ്, ആൾക്കാരും കുറവാണ്. അപ്പം അങ്ങനെ വേറെ സിറ്റിയിൽ പോയി കഴിഞ്ഞാൽ വേറൊരു ഡിഫറെൻറ്റ് കാറ്റഗറി ആയിരിക്കും. അപ്പം നിങ്ങൾ ചൂസ് ചെയ്യുന്ന സിറ്റിയിൽ ആക്ച്വലി എന്താണ് അവസ്ഥയെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നോക്കണം വരുന്നതിന് മുന്നേ. കാരണം ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ വാർസോയിലൊക്കെ KFC, McD, ഡൊമിനോസ് ഇവിടെയൊക്കെ നമുക്ക് സ്റ്റുഡൻസിന് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. എന്നാൽ ഞങ്ങളുടെ സിറ്റിയിൽ ശരിക്കും പറ്റില്ല. നമുക്ക് ഫാക്ടറീസ് എങ്ങാനും കിട്ടി, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കുഞ്ഞു റെസ്റ്റോറൻറ്റ്സ്, അല്ല നല്ല റെസ്റ്റോറൻറ്റ് വലിയ ബ്രാൻഡഡ് സ്ഥലത്തൊന്നും നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അവിടെ പോളിഷുകാർക്ക് മാത്രമേ പറ്റുള്ളൂ. ആൻഡ് അനദർ വൺ ക്വസ്റ്റ്യൻ ടു ബി ആൻസർഡ് ഈസ്, എങ്ങനെയാണ് ഇവിടെ പഠിക്കുന്നത്, എങ്ങനെയാണ് ഇവിടുത്തെ സ്റ്റഡീസ് എന്നുള്ളത്. അതും കുറച്ച് പ്രോപ്പറായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ you will have a better practical education over here in some European countries. എനിക്ക് ബാക്കിയുള്ളിടത്തും എല്ലാം ഓൾമോസ്റ്റ് സെയിം ആണെന്ന് തോന്നുന്നു. ആൻഡ് ഇഫ് യു ആർ മോർ ഇൻട്രസ്റ്റഡ് ഇൻ തിയറി, ഇത് കാണുന്ന എത്ര പേരൊക്കെ അത്ര ഇൻട്രസ്റ്റഡ് ആണെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം തിയററ്റിക്കലായിട്ട് നല്ല ഇൻട്രസ്റ്റഡ് ഉള്ള ഒരാൾ ഇന്ത്യ പഠിക്കുന്നതാണ് നല്ലത്. എന്നാൽ പ്രാക്ടിക്കലി കുറച്ചും കൂടി നമ്മൾ കേൾക്കുന്ന പോലെ അല്ല കേട്ടോ. പ്രാക്ടിക്കലി എന്നൊക്കെ പറയുമ്പോൾ ഫുള്ളി പ്രാക്ടിക്കലായിരിക്കും. കാരണം ഞാൻ എക്സാമ്പിൾ പറഞ്ഞാൽ ഞങ്ങൾക്കൊരു മൊഡ്യൂൾ ഉണ്ടായിരുന്ന വെബ് ഡെവലപ്മെൻറ്റ്. എന്നാൽ നാട്ടിൽ വെബ് ഡെവലപ്മെന്റ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ആള് എങ്ങനെ ചെയ്യണം എന്നുള്ള കുറേ ഒരു ലെക്ചറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഈ വെബ് ഡെവലപ്മെന്റ് പേജിലേക്ക് പോകുന്നത്. എന്നാൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇവിടെ വെബ് ഡെവലപ്മെന്റ് മൊഡ്യൂൾ തുടങ്ങി. ആദ്യത്തെ ക്ലാസ്സിൽ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ തന്നു. രണ്ടാമത്തെ ക്ലാസ്സിൽ ഓക്കെ ഇതാ ചെറിയൊരു ആപ്പ് പോയി ഉണ്ടാക്കിയിട്ടോ, ഇതാണ് പറഞ്ഞത്. അവർ കുറച്ച് ചെറുതായിട്ടൊന്ന് കാണിച്ചു കേട്ടോ. കാണിച്ചതിൽ സപ്പോർട്ട് ചെയ്തൊന്നുമില്ല, ചെയ്യാതില്ല, അവർ ചെയ്യും. അവർ ചെറുതായിട്ടൊന്ന് കാണിച്ചു ഇതാണ് ചെറിയൊരു ആപ്പ് പോയി ഉണ്ടാക്കിയിട്ടോ. ആ ആപ്പാണ് ഫസ്റ്റ് വീക്കിൽ ഞങ്ങളുടെ പ്രോജക്റ്റ്, സെക്കൻഡ് വീക്കിൽ അടുത്ത പ്രോജക്റ്റ്. അങ്ങനെ ഒരു 8 വീക്സ് ഉണ്ടായിരുന്നു. ഒരു 8 ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം. തന്നെ പഠിക്കുക, തന്നെ കണ്ടുപിടിക്കുക. ഇതാണ് പ്രാക്ടിക്കൽ ഇംപ്ലിമെൻറ്റേഷൻ.
അവർ ചിലപ്പോൾ ഒരു പ്രസന്റേഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രിപ്പയർഡ് നോട്ട്സോ വെച്ചിട്ട് കാണിച്ചു തന്നിട്ട് ഇതിനകത്ത് നിന്നൊക്കെ നിങ്ങൾക്ക് റെഫറൻസ് എടുക്കാം, നിങ്ങൾക്ക് പഠിക്കാനുള്ള സാധനങ്ങൾ എടുക്കാം. ഇതാണ് അവരുടെ തിയറി. പ്രാക്ടിക്കലി ചെയ്ത് പഠിക്കുക നമ്മൾ തന്നെ. അതാണ് പ്രാക്ടിക്കൽ ലൈഫ് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ തിയററ്റിക്കൽ ലൈഫ് എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ കിട്ടും. ആ സാധനങ്ങളിൽ നിന്ന് നിങ്ങൾ നോക്കി കണ്ട് പഠിക്കുക എന്നുള്ളതാണ്. നമുക്കിവിടെ സാധനങ്ങളൊന്നും കിട്ടത്തില്ല, നമ്മളത് കണ്ടുപിടിച്ച് പഠിക്കാം. ഐ ഗസ് ഐ എം എ ബിറ്റ് ക്ലിയർ അബൌട്ട് ഇറ്റ്. അതാണ് നമ്മൾ പഠിക്കുന്ന ഒരു സിസ്റ്റം. എക്സാമിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് മിക്കപ്പോഴും അതും ഓക്കെയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കൂടുതലും ലബോറട്ടറി എക്സാംസ് ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത്. ഏതെങ്കിലുമൊക്കെ തിയററ്റിക്കൽ പാർട്ടൊക്കെ നമുക്ക് ഭയങ്കര ചുരുക്കമാണ് എക്സാംസ് വരുന്നത് ഞങ്ങൾക്ക് IT ഫീൽഡിൽ. വന്നാൽ പോലും അത് MCQ ആയിരിക്കും, ചില സമയത്ത് അത് ഓൺലൈൻ ആയിരിക്കും. നമുക്ക് ഭയങ്കര എളുപ്പമായിരിക്കും, അല്ലാതെ ഭയങ്കര പാടൊന്നും ആയിരിക്കത്തില്ല. പക്ഷെ പ്രാക്ടിക്കൽ അങ്ങനെ ആയിരിക്കത്തില്ല കേട്ടോ. പ്രാക്ടിക്കൽ വന്നിട്ട് ചില സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് എല്ലാ ആഴ്ചയിലും നമ്മളുടെ പ്രോജക്ട്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പാസ്സാവും. അങ്ങനെ ഒരു എക്സാം ആയിട്ട് കാണത്തില്ല. പിന്നെ കുറച്ച് കോഡിങ് റിലേറ്റഡ് ആയിട്ടൊക്കെ വന്നിട്ട് ചിലപ്പം എക്സാംസ് ഒക്കെ കാണും. അതൊക്കെ കുറച്ച് പാടാണ്, എന്നാലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ പക്ഷേ ഏറ്റവും അവസാനം പഠിച്ചിട്ട് നമ്മൾ ചെയ്തെടുക്കാന്നൊക്കെ വിചാരിച്ചാൽ കുറച്ച് പാടായിരിക്കും. വീക്കിലി കുറച്ച് എഫേർട്ടൊക്കെ ഇടേണ്ടി വരും. ചെയ്യാൻ പറ്റുമെന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവരും പാസ്സായിട്ടുണ്ട്, അങ്ങനെ പാസ്സാവാതിരുന്നവർ അങ്ങനൊന്നും ഇല്ല. ഐ മീൻ ലോ ടു ആവറേജ് ടു ഹൈ എല്ലാ പഠിക്കുന്ന ആൾക്കാരും ഞങ്ങളുടെ ക്ലാസ്സിലുണ്ടായിരുന്നു, അവരെല്ലാവരും പാസ്സായിട്ടുണ്ട്. സോ പാസിങ് ആൻ എക്സാമിനേഷൻ ഇസ് നോട്ട് എ ബിഗ് തിങ് ഓവർ ഹിയർ ഇൻ പോയിന്റ്, ഐ തിങ്ക് എനി കൺട്രി. എനിക്കറിയാമെന്ന് വെച്ചിട്ട് അങ്ങനെയാണ്. പിന്നെ ഏറ്റവും അവസാനം പ്രോജക്റ്റും തീസൊക്കെ കാണും, അതൊക്കെ കുറച്ച് ടഫായിരിക്കും, കുറച്ച് എഫേർട്സ് കൂടുതൽ ഇടേണ്ടി വരും. പക്ഷെ എനിക്ക് എബോവ് ഓൾ ഏറ്റവും വലുതായിട്ട് ഈ 4 വർഷം പഠിച്ചതിന് ശേഷം എനിക്ക് എന്താ പറയാനുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, മോർ ദാൻ എഡ്യൂക്കേഷൻ യു ആർ ഗോണ എക്സ്പീരിയൻസ് എ ഡിഫറെൻറ്റ് ലൈഫ് ഓവർ ഹിയർ. നിങ്ങൾ കൂടുതലായിട്ട് ജീവിതം എന്താണെന്ന് പഠിക്കുന്ന ഒരു ഫേസ് ആയിരിക്കും എബ്രോഡ് വരുന്ന ആ ഒരു നിമിഷം സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് വരുന്ന ഓരോ വർഷങ്ങളിലും യു വിൽ സീ എ ഡിഫറെൻറ്റ് വേർഷൻ ഓഫ് യുവർ സെൽഫ്. എന്നിട്ട് ചിലപ്പോൾ നിങ്ങൾ ഒരേ പാറ്റേണിലായിരിക്കും ചിലപ്പോൾ ജീവിച്ചു പോകുന്നത്, പക്ഷേ അറ്റ് വൺ പോയിന്റ് നിങ്ങൾ ഇങ്ങനെ ഇവോൾവ് ചെയ്ത് ഒരു ഗ്രോത്ത് വരുന്ന ഒരു ഡിഫറെൻറ്റ് വേർഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ, ജീവിതം എന്താണെന്ന് പഠിക്കുന്നത്, സ്വന്തമായിട്ട് കാര്യങ്ങളെല്ലാം തീരുമാനിച്ച് ഫുഡൊക്കെ കുക്ക് ചെയ്ത് നാളത്തേക്ക് എന്താണ് വേണ്ടതെന്നൊക്കെ ഡിസൈഡ് ചെയ്ത് അതനുസരിച്ച് പാക്ക് ചെയ്ത് ഫിനാൻസ് മാനേജ് ചെയ്ത് അതിൻ്റെ കൂടെ പഠിക്കാൻ പോയി കൂടെ വർക്കും ചെയ്ത് ഇതെല്ലാം കൂടി ചെയ്യുന്ന ഒരു ഡിഫറെൻറ്റ് വേർഷൻ ഓഫ് യുവർ സെൽഫ്. അത് കേൾക്കുമ്പം ഞാൻ ഭയങ്കര ഒരു മെച്യൂർ ആവും എന്നൊക്കെ കേൾക്കുമ്പോൾ അതാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് റിയലി ഹാർഡ്. നല്ല പാടുള്ളൊരു കാര്യമാണ് ആ ഒരു ഇവോൾവിങ് സ്റ്റേജ്, അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് അഡാപ്റ്റ് ചെയ്ത് വരിക എന്നുള്ളത്. ആൻഡ് നമുക്ക് തന്നെ ചില സമയത്ത് തോന്നും വാട്ട് വി ആർ ആക്ച്വലി ഡൂയിങ് വിത്ത് അവർ ലൈഫ് എന്ന്. ഞാനൊക്കെ എടുത്ത ഒരു ദിവസം സ്റ്റോറി കേട്ടിട്ട് നോ ഐ എം നോട്ട് ലീഡിങ് മൈ ലൈഫ്, ഐ ജസ്റ്റ് വോണ്ട് ടു ഗെറ്റ് ഔട്ട് ഓഫ് ദിസ് പ്യുവർ സൈക്കിൾ എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം അങ്ങനെ തോന്നിപ്പിക്കുന്ന കുറേ സ്റ്റേജസ് ഒക്കെ ചിലപ്പോൾ വരും. സോ ഇറ്റ് വിൽ ബി എ ഗുഡ് സ്റ്റേജ് ഇൻ യുവർ ലൈഫ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ലൈഫ് ഈസ്, ബട്ട് ഇറ്റ് മൈറ്റ് നോട്ട് ബി ഈസി ആസ് യു തിങ്ക്. സോ ഇതെല്ലാം മനസ്സിലായിക്കൊണ്ട് ഈ ഒരു ആസ്പെക്ട്സിലൂടെ എല്ലാം നിങ്ങൾ ചിന്തിച്ച് കടന്നു പോയിക്കൊണ്ട് ജസ്റ്റ് ടേക്ക് എ റൈറ്റ് ഡിസിഷൻ. ഐ വോണ്ട് ഡിസ്കറേജ് ഇറ്റ് ആൻഡ് ഐ വോണ്ട് എൻകറേജ് ഇറ്റ്. ഇറ്റ് ഈസ് ഒബ്വിയസ്ലി ഗുഡ് ഫോർ good things to happen and it is also bad for bad things to happen, but whatever is supposed to happen in our life will always find a way to happen, and accept everything that's happening in your life and just bring up the good you can see in every other aspects. So അങ്ങനെ ഒരു ഇത് പറഞ്ഞുകൊണ്ട് all the best.